ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. തമിഴ്നാട്ടിൽ മഴക്കെടുതി, 16 മരണം. തിരുവണ്ണാമലയിൽ 7 മൃതദേഹം കണ്ടെത്തി. ഒറ്റപ്പെട്ട് ചെന്നൈ നഗരത്തിൽ കനത്ത മഴക്കെടുതി തുടരുന്നു. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ചെന്നൈ. ഇന്നും സംസ്ഥാനത്തെ 16 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ദേശീയ പാതകളിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടതുമൂലം 8 മണിക്കൂർ വരെ വൈകുന്നുണ്ട്. ചില സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് വിവിധ സംഭവങ്ങളിലായി ഇന്ന് 16 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക കണക്ക്. പുതുച്ചേരിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48.4 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. മഴക്കെടുതിയിൽ 6 പേർ മരിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി. വൈദ്യുതി തടസ്സപ്പെട്ടത് ജനജീവിതത്തെ ബാധിച്ചു. ബംഗളൂരുവിൽ 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവണ്ണാമലയിൽ മഹാദീപം തെളിക്കുന്ന മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 5 കുട്ടികളടക്കം 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രാജ്കുമാർ, മീന, കുട്ടികളായ ഗൗതം, വിനിയ, മഹ, ദേവിക, വിനോദിനി എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 1 വൈകിട്ടോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കല്ലുകളും കൂറ്റൻ പാറകളും പതിച്ച് വീടുകളും ഇരുചക്രവാഹനങ്ങളും വീട്ടുപകരണങ്ങളും ഒലിച്ചുപോയി. മലയടിവാരത്തുള്ള 4 വീടുകൾ ഒറ്റപ്പെട്ട നിലയിലായി. ഈ മേഖലയിൽ നിന്നുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഇതിനിടെ കൃഷ്ണഗിരിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ റോഡിൽ പാർക്കു ചെയ്തിരുന്ന ബസ്സുകൾ ഒഴുകിപ്പോയി. ആലപ്പുഴയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചു. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. 6 വിദ്യാർത്ഥികൾക്കു പരുക്ക്. ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരിമുക്ക് ജംഗ്ഷനിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. ആലപ്പുഴ ഗവർണർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളായ മലപ്പുറം കോട്ടക്കൽ ശ്രീവർഷത്തിൽ ദേവനന്ദൻ 19, പാലക്കാട് ശേഖരീപുരം ശ്രീവിഹാറിൽ ശ്രീദേവ് വത്സൻ 19, കോട്ടയം ചേന്നാട് കരിങ്കുഴിക്കൽ ആയിഷ ഷാജി 19, ലക്ഷദ്വീപ് ആന്ത്രോത്ത് പക്രിച്ചിയപ്പുര PP മുഹമ്മദ് ഇബ്രാഹിം 19, കണ്ണൂർ വെങ്ങര പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ 19 എന്നിവരാണ് മരിച്ചത്. 6 പേർക്കു പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാറിലുണ്ടായിരുന്ന 11 പേരും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ്, കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഹസിൻ മുഹമ്മദ്, കൊല്ലം പോരുവഴി മുതുപ്പിലാക്കൽ കാർത്തികയിൽ ആനന്ദമനു, എറണാകുളം കണ്ണൻകുളങ്ങര പാണ്ടിപ്പറമ്പ് ലക്ഷ്മി ഭവനിൽ ഗൗരിശങ്കർ, എടത്വ സ്വദേശി ആൽവിൻ ജോർജ്, തിരുവനന്തപുരം മരിയനാട് ഷെയ്ൻ ഡൻസ്റ്റൺ എന്നിവർക്കാണ് പരുക്കേറ്റത്. എല്ലാവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 15 ബസ് യാത്രക്കാർക്കും പരുക്കേറ്റു. കനത്ത മഴയ്ക്കിടെ ഇന്നലെ രാത്രി 9:20 അപകടം. ഗുരുവായൂരിൽ നിന്നു കായംകുളത്തേക്കു പോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആലപ്പുഴ ഭാഗത്തേക്കു പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാർ നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. 3 പേർ സംഭവസ്ഥലത്തുതന്നെ മരിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. വണ്ടാനത്തെ ഗവർണർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്നു സഹപാഠികൾ പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകക്കെടുത്തായിരുന്നു യാത്ര. കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിനു കാരണമെന്നു കരുതുന്നതായി RTO AK ദിലു പറഞ്ഞു. മലയോര മേഖലയിൽ കനത്ത മഴ. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അടുത്ത മണിക്കൂറുകളിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം നിരോധിച്ചു. കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുമാണ് തീരുമാനം. ബീച്ചുകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി വിനോദസഞ്ചാര മേഖലകളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലൂടെ അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ കാസർകോട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തോൽപ്പിച്ചത് ഇവിഎമ്മും കമ്മീഷനും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. ന്യൂഡൽഹി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്ര EVM ത്തിലേത് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പു ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് തിരഞ്ഞെടുപ്പു കമ്മീഷൻ ചർച്ച നടത്തും. വോട്ടിംഗ് യന്ത്രത്തിനു പകരം കമ്മീഷനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി ദേശവ്യാപക പ്രചാരണത്തിനു കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെയാണിത്. വോട്ടിംഗ് യന്ത്രത്തിലെ ആധികാരികത വിഷയമായപ്പോഴെല്ലാം ഒരേ നിലപാട് പറഞ്ഞ സുപ്രീം കോടതിയുടെയും കമ്മീഷന്റെയും മനസ്സുമാറ്റുകയെന്ന ഏറെക്കുറെ അസാധ്യമായ ലക്ഷ്യമാണു കോൺഗ്രസിനു മുന്നിലുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് അനുകൂലമല്ല കഴിഞ്ഞ 4 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെയും ഫലം. സഖ്യകക്ഷികളുടെ ബലത്തിൽ 2ഇടത്ത് അധികാരം പിടിച്ചെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടിപറി.
കോൺഗ്രസ് ആരോപിക്കുന്നത് 1. ഹരിയാനയിൽ ഇവിഎമ്മുകളിലെ ബാറ്ററി ചാർജിൽ അസാധാരണ ഏറ്റക്കുറച്ചിലുകൾ കണ്ടു. 2. നേരിയ ഭൂരിപക്ഷത്തിൽ ഫലം മാറിയ 20 മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു. 3. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോളിംഗിലും ഭൂരിപക്ഷത്തിലും കമ്മീഷൻ വിവരങ്ങൾ വൈകിപ്പിച്ചു. 4. വോട്ടെണ്ണലിലെ നടപടിക്രമത്തിലെ വീഴ്ച. മലയോര ഹൈവേയിൽ പുല്ലൂരാമ്പാറ പുന്നക്കൽ റോഡിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. മലയോര ഹൈവേയിൽ പുല്ലൂരാമ്പാറ പുന്നക്കൽ റോഡിൽ മസ്ജിദിന് സമീപം ഇന്നോവ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം. ടൈൽസുമായി പുല്ലൂരാമ്പാറയിൽ നിന്നും പുന്നക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു പിക്കപ്പും പുല്ലൂരാമ്പാറ ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാറുമാണ് കൂട്ടിയിടിച്ചത്. നിലവിൽ ആർക്കും പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. പുല്ലൂരാമ്പാറ സ്വദേശികളുടേതാണ് ഇരു വാഹനങ്ങളും. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. റോഡിൽ ഡീസലും ഓയിലും പരന്നൊഴുകിയതിനാൽ മുക്കത്തുനിന്ന് എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് റോഡ് പൂർണ്ണമായും വെള്ളമടിച്ച് വൃത്തിയാക്കി. വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കരുത്. ആം ആദ്മി പാർട്ടി. കോടഞ്ചേരി വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് വെറും പ്രഹസനമായി. വൈദ്യുത ഉപഭോക്താക്കളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് വൈദ്യുത ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം സാമ്പത്തിക ഭാരത്താൽ ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. തൊഴിലാളി പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ 8ാം വർഷത്തിൽ ജനങ്ങളെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. ഈ ദുരവസ്ഥയിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ ആം ആദ്മി പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് കോടഞ്ചേരി ആം ആദ്മി പാർട്ടി പ്രസിഡന്റ് എബ്രഹാം വാമറ്റും പറഞ്ഞു. വൈദ്യുതി ഉൽപ്പാദനത്തിൽ ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്ന കേരളം കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും വലിയ വൈദ്യുത ചാർജ് ഈടാക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വൈദ്യുത നിരക്ക് കൂടേണ്ടതിന് പകരം 200-300 യൂണിറ്റ് വൈദ്യുതി ജനങ്ങളുടെ അവകാശമായി സൗജന്യമായി നൽകുന്നു. ഈ സംസ്ഥാനങ്ങളെപ്പോലെ നമ്മുടെ അവകാശമായി വെള്ളം, വൈദ്യുതി, യാത്ര സൗകര്യങ്ങൾ ഇവ ലഭ്യമാകുന്നതിന് ജനം ഒരു പുതിയ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം വാമറ്റും ആവശ്യപ്പെട്ടു. ജനക്ഷേമ പ്രവർത്തനങ്ങളില്ലാതെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭരണ നൈപുണ്യങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ നടത്തുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർക്ക് നൽകി. അവരെ സംരക്ഷിക്കുന്ന വോട്ട് രാഷ്ട്രീയം കൂടാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് സർക്കാരിന്റെ ബാധ്യതയില്ലായ്മ ഇവ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നും ജോൺസൺ കോടഞ്ചേരി പറഞ്ഞു. ഈ ആവശ്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി അണിനിരത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത ജനകീയ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഏലിയാസ് പാടത്തുകാട്ടിൽ യോഗത്തിൽ പറഞ്ഞു. തീവ്രമഴ, കാറ്റ്, രാത്രിയും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണം. മുന്നറിയിപ്പുമായി KSEB. തിരുവനന്തപുരം. പെരുമഴ പ്രവചിച്ച സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി KSEB. കാറ്റിൽ മരക്കൊമ്പുകൾ വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ട്. രാത്രിയിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തു പോകുകയോ സ്പർശിക്കുകയോ മറ്റാരെയും സമീപത്തേക്ക് പോകാൻ അനുവദിക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കുറിപ്പ്: തീവ്രമഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശക്തമായ കാറ്റിൽ മരക്കൊമ്പുകൾ വീണും മറ്റും വൈദ്യുതിക്കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോകുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. മറ്റാരെയും സമീപത്ത് പോകാൻ അനുവദിക്കുകയുമരുത്. സർവീസ് വയർ, സ്റ്റേവെയർ, വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയെ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ലോഹഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക, സർവീസ് വയർ ലോഹത്തൂണിൽ തട്ടിക്കിടക്കുക എന്നീ സാഹചര്യങ്ങളിലും വൈദ്യുതാഘാതമേൽക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷം ഇതുവരെയുണ്ടായ 296 വൈദ്യുത അപകടങ്ങളിൽ നിന്നായി 73 പൊതുജനങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. മേൽപ്പറഞ്ഞ തരത്തിലുള്ള അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത KSEB സെക്ഷൻ ഓഫീസിലോ 9460100101 എന്ന എമർജൻസി നമ്പരിലോ വിവരം അറിയിക്കേണ്ടതാണ്. ഓർക്കുക, ഈ നമ്പർ അപകടങ്ങൾ അറിയിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. വൈദ്യുതി തകരാർ സംബന്ധമായ പരാതികൾ അറിയിക്കാൻ 9460001912 എന്ന മൊബൈൽ നമ്പരിൽ വിളിച്ചും വാട്സാപ്പ് സന്ദേശമായും പരാതി രേഖപ്പെടുത്താൻ കഴിയും. 1912 എന്ന 24/7 ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പരിൽ വിളിക്കാവുന്നതുമാണ്. സിഒഡിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരം. PS ശ്രീധരൻപിള്ള. തിരുവമ്പാടി. നാനാജാതി മതസ്ഥരുടെ സമഗ്ര വികസനത്തിനായി താമരശ്ശേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ COD നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. CODയുടെ 35ാമത് വാർഷികാഘോഷം തിരുവമ്പാടി പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര കുടിയേറ്റ മേഖലയുടെ വളർച്ചയ്ക്ക് താമരശ്ശേരി രൂപതയും CODയും നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ക്രിസ്തു പകർന്നു നൽകിയ കരുണയുടെ സന്ദേശം പ്രവൃത്തികളിലൂടെ അനേകരിലെത്തിക്കുകയാണ് COD. താമരശ്ശേരി രൂപത ബിഷപ്പും CODയുടെ രക്ഷാധികാരിയുമായ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിച്ചു.
ഫാദർ അബ്രാഹാം പുളിഞ്ചുവട്ടിലിന്റെ അഗ്രികൾച്ചറൽ റിസർച്ച് തീസിസ് ഗവർണർ പ്രകാശനം ചെയ്തു. രൂപതയുടെ സ്ഥാപനങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ എത്തിക്സിന്റെയും ഇഫ താമരശ്ശേരി അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ടാഫ്കോസ് വെബ്സൈറ്റ് ഗവർണർ ലോഞ്ചിംഗ് നടത്തി. സിഒഡിയുടെ ആരംഭം മുതൽ 35 വർഷക്കാലം സേവനം ചെയ്ത പ്രോഗ്രാം കോർഡിനേറ്റർ കെ.സി. ജോയിയെ ആദരിച്ചു. വികാരി ജനറൽ മോൺസിങ്ങോർ അബ്രാഹം വയലിൽ, തിരുവമ്പാടി നിയോജക മണ്ഡലം എം.എൽ.എ. ലിൻഡോ ജോസഫ്, കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, ഫൊറോന വികാരി ഫാദർ തോമസ് നാഗപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിഒഡി ഡയറക്ടർ ഫാദർ സായി പാറൻകുളങ്ങര സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ജോയി കെ.സി. നന്ദിയും പറഞ്ഞു. തിരുവമ്പാടി ടൗണിൽ വർണ്ണശബളമായ ഘോഷയാത്ര നടത്തി. കോടഞ്ചേരി കണ്ണോത്ത് മോളകുന്നേൽ വർക്കി 72 വയസ്സ് നിര്യാതനായി. ഭാര്യ മേരി, മക്കൾ മാത്യു, മരിയ, മെർലിൻ. മരുമക്കൾ സിൻസി തലക്കുളത്തിൽ നിലമ്പൂര്, അരുൺ കിഴക്കേടത്ത്, ബിജോയ മണിയങ്കേരി. സംസ്കാരം ഇന്ന് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ഭവനത്തിൽ ആരംഭിച്ച് തുടർന്ന് കണ്ണോത്ത് സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.